Opening hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂര്യ സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. അതായത് നമ്മൾ കഴിഞ്ഞ വാരത്തിലെ ഒരു വിപണിയിലേക്ക് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ മോഡിലുള്ളൊരു വിപണിയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് ഹൈ വാല്യുവേഷൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രോഫിറ്റ് ബുക്കിംഗ് വിപണിയിൽ കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിലൊരു ഇൻഡെക്സുകളുടെ ഒന്നും മുന്നേറ്റം കഴിഞ്ഞൊരു വീക്കിൽ നമുക്ക് കാണാൻ സാധിച്ചില്ലായിരുന്നു. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിഫ്റ്റി 50യെ സംബന്ധിച്ച് 0.31% ഇടിവായിരുന്നു കഴിഞ്ഞ വീക്കിൽ കണ്ടത്. ബാങ്ക് നിഫ്റ്റി എന്നാൽ നോക്കുമ്പോൾ 0.5% ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിച്ചത്. എന്നാൽ IT PSU ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് 1% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം ഏറ്റവും കൂടുതലൊരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 1.36% ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ഇൻഡെക്സായി മാറിയത് പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് ആയിരുന്നു. മീഡിയ ഇൻഡെക്സിൽ 1% മുകളിലേക്ക് ഇടിവുണ്ടായിരുന്നു. കൂടാതെ ഓട്ടോ എനർജി ഇൻഡെക്സിലൊക്കെ തന്നെ ഇടിവായിരുന്നു നമുക്ക് കണ്ടത്. ഇനി വീക്കിലി നമ്മളൊരു FIDI ഡാറ്റ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് FIകൾ 251 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കഴിഞ്ഞ വീക്കിൽ നടത്തിയത്. DAകൾ നോക്കുമ്പോൾ 12,061 കോടിയുടെ നെറ്റ് ബൈയിങ് നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും US മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് തുടങ്ങിയ സൂചികകളിലൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സൂര്യ സാർ, ഇതിപ്പോൾ നമ്മൾ വിപണിയിലോട്ട് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീക്കിലെ ഓപ്പണിംഗ് അവേഴ്സ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു അവധി ദിവസങ്ങളായതുകൊണ്ടൊക്കെ തന്നെ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ ചിലപ്പോൾ കുറവായിരിക്കും എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു ഗ്ലോബൽ ക്യൂസ് ഒന്നും ഇപ്പോൾ ലഭ്യമായിട്ടുമില്ല. എന്നാൽ US നോക്കുമ്പോൾ നാസ്ഡാക്ക്, എസ്പെഷ്യലി സ്റ്റോക്കിലൊക്കെ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീക്കിലോട്ട് വരുമ്പോൾ, ഈ ഒരു ക്രിസ്മസ് വീക്കിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? വിഷ്ണു, ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിഷിങ് എ ഗ്രേറ്റ് ക്രിസ്മസ് വീക്ക്. അതായത് ഈ ആഴ്ചത്തോടു കൂടി നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷനിൽ നമ്മൾ ഒഫീഷ്യലി ആൻഡ് ഫാമിലി വൈസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത ആഴ്ച ഇതേപോലെ ഈ സമയത്ത് നമ്മൾ ഏതാണ്ട് ഒഫീഷ്യലായിട്ടുള്ള ന്യൂ ഇയർ വീക്കിലേക്ക് നമ്മൾ കടക്കും എന്നുള്ളതാണ്. വിഷ്ണു പറഞ്ഞത് ശരിയാണ്. അതായത് നമ്മുടെ ഫ്രൈഡേ ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ, ഒരു ഭേദപ്പെട്ട രീതിയിൽ ഒരു പുൾ ബാക്ക് റാലി നടന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു ഷോർട്ട് കവറിങ് റാലി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം FIs ഏതാണ്ട് 90 to 91% ഷോർട്ടായിരുന്നു. അതായത് മാർക്കറ്റിൽ നെഗറ്റിവിറ്റി കൂടുമ്പോൾ എന്തെങ്കിലും ഒരു ബൈയിങ് വരികയാണെങ്കിൽ ഈ ഷോർട്ട് കവർ ചെയ്യാനായിട്ട് ആ ഒരു പ്രോസസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ പുൾ ബാക്ക് റാലി നടക്കുന്നത്. ഏതാണ്ട് നമ്മൾ വെള്ളിയാഴ്ച ഗോയിങ് ഇൻ ടു ദ മാർക്കറ്റ് ദർ വെയർ ഷോർട്ട്സ് ടു ദ ട്യൂൺ ഓഫ് 90-91%. ആ ഷോർട്ട് കവറിങ് റാലിയിൽ മാർക്കറ്റ് നല്ല രീതിയിൽ കയറി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ വ്യാഴാഴ്ച നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു റുപ്പി എഗെയിൻസ്റ്റ് ഡോളർ ഏതാണ്ട് 90.24 ആയിരുന്നു. വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും ഏതാണ്ട് ഒരു റുപ്യ കയറി. അതായത് റുപ്പി അപ്രിഷിയേറ്റ് ചെയ്തു എഗെയിൻസ്റ്റ് US ഡോളേഴ്സ്. അതായത് 89.27 എന്നുള്ള രീതി വന്നു. അതായത് നമ്മൾ കണ്ടത് എന്താ, വ്യാഴാഴ്ച ഒരു വീക്ക് റുപ്പിയാണെങ്കിൽ വെള്ളിയാഴ്ച ഒരു സ്ട്രോങ്ങർ റുപ്പി ആയിട്ടാണ് നമ്മൾ കണ്ടത് എഗെയിൻസ്റ്റ് US ഡോളേഴ്സ്. ഏതായാലും ഓൾ ടുഗെദർ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ റുപ്പി ഏതാണ്ട് 5% ഡൗൺ ആണ്. അല്ലെങ്കിൽ ഏഷ്യയിൽ വേഴ്സ് പെർഫോമിംഗ് കറൻസി എഗെയിൻസ്റ്റ് US ഡോളേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിലും വ്യാഴം ടു വെള്ളി നോക്കുകയാണെങ്കിൽ ഒരു 1 റുപ്പി ഇമ്പ്രൂവ്മെൻറ്റ് ഒരു സ്ഥലത്ത് നടന്നു എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തുകൊണ്ടായിരിക്കാം 1 റുപ്പി വരെ കയറാനുള്ള ചാൻസ്? ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. അതിനകത്ത് നമ്മൾ മാർക്കറ്റിൽ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ RBI ഇൻ്റർവീൻ ചെയ്തു, അല്ലേ? RBI ഇൻ്റർവീൻ ചെയ്ത് റുപ്പിയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തി എന്നാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ വരെ. എന്നാലും ഈ 1% ഒരു റിക്കവറി എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലായില്ല. സോ അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരു ന്യൂസ് അമേരിക്കൻ മാർക്കറ്റിൽ നടന്നതാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്കുകളുടെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്, അതായത് ADR എന്നുള്ള രീതിയിൽ ഇന്ത്യൻ സ്റ്റോക്സ് അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. അതിൽ ഇൻഫോസിസിൻ്റെ ADR ഏതാണ്ട് 40% അപ്പായിരുന്നു എന്നുള്ള. 40% അപ്പ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം ട്രേഡിംഗ് ഹോൾട്ട് ചെയ്തു ഇൻഫോസിസിൽ എന്നാണ്. അതിനകത്ത് അവിടെ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്ന റീസൺ എന്താ? ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്ന റീസൺ എന്ന് വെച്ചാൽ ഇന്ത്യൻ ITക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആക്സെഞ്ചറിൻ്റെ റിസൾട്ട്സ് കുറച്ച് എൻകറേജിങ് ആയിട്ട് വന്നത്. വലിയ രീതിയിലൊന്നും വന്നില്ല എന്നുണ്ടെങ്കിലും ഒരു കാര്യം ആക്സെഞ്ചർ റിസൾട്ട് പറഞ്ഞു വെച്ചാൽ ഇന്ത്യൻ IT അത്രയ്ക്ക് മാത്രം ഇമ്പാക്റ്റഡ് അല്ല എന്നുള്ള രീതിയിലേക്കാണ് ആക്സെഞ്ചറിൻ്റെ റിസൾട്ട്സ് വന്നത്. ഈ ആക്സെഞ്ചറിൻ്റെ റിസൾട്ട്സ് വന്നതോടുകൂടി ഇൻഫോസിസിൽ പെട്ടെന്നൊരു ബൈയിങ് വന്നു. അപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇൻഫോസിസിൽ നല്ല രീതിയിൽ ഷോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് ഷോർട്ട് കാരണം
ആ ഷോർട്ട് കവറിങ് റാലിയിൽ ഏതാണ്ട് ഇൻഫോസിസ് 52 വീക്ക് ഹൈ പോയി. അതായത് $30 വരെ ഇൻഫോസിസിൻ്റെ ADR പോയി എന്നുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ വോളറ്റിലിറ്റി കൺട്രോൾ മെക്കാനിസം ഒക്കെ വന്നപ്പോൾ ആ ഒരു എന്താ പറയുക പെട്ടെന്നുള്ള സ്പേർട്ട് ഒന്ന് മാറി ഏതാണ്ട് 5% അപ്പായിട്ട് $19 അത് ക്ലോസ് ചെയ്തു എന്നുള്ള. അപ്പോൾ സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഷോർട്ട് കവറിങ് റാലി വന്നു ഇൻഫോസിസിൽ, പെട്ടെന്ന് വോളിയം കൂടി. അതായത് സാധാരണ 9 to 8 മില്യൺ ആണ് അതിനകത്ത് വരുന്ന വോളിയം. അന്നത്തെ ദിവസം ഏതാണ്ട് 45 to 50 മില്യൺ വന്നു. വരാനുള്ള കാര്യം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ വലിയൊരു ഡീലർ, അതായത് വലിയൊരു ലെൻഡർ, അതായത് ഈ സ്റ്റോക്സിനൊക്കെ നമ്മൾ ലോൺ കൊടുക്കുന്ന പോലത്തെ അല്ലെങ്കിൽ മാർജിൻ കവറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ലെൻഡർ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല എമൗണ്ട് ഓഫ് ഇൻഫോസിസ് സ്റ്റോക്ക് റീകോൾ ചെയ്തു എന്നുള്ള പറയുന്നത്. ആ റീകോൾ ചെയ്തപ്പോഴത്തേക്കും ഷോർട്ട് ചെയ്ത പല ബ്രോക്കേഴ്സും അല്ലെങ്കിൽ പല ട്രേഡേഴ്സും അത് കവർ ചെയ്തപ്പോഴാണ് ഈ 40% ആയിട്ട് ഉയർന്നത് എന്നുള്ളതാണ് നമുക്ക് ന്യൂസ് പുറത്തോട്ട് വന്നിരിക്കുന്നത് എന്നുള്ള. ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇൻഫോസിസ് ചെറിയ രീതിയിൽ 3% അപ്പാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു വോൾട്ടിലിറ്റി US മാർക്കറ്റിൽ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്തു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻ മാർക്കറ്റിൽ പെട്ടെന്ന് റുപ്പി $1 അപ്രിഷിയേറ്റ് ചെയ്യാനും ഓൾ ഓഫ് എ സഡൻ ഈ പറയുന്ന പോലെ അക്സെഞ്ചറിൻ്റെ റിസൾട്ട്സിൽ അത്ര വലിയ എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇൻഫോസിസിൻ്റെ ADR ഭയങ്കരമായിട്ട് റാലി ചെയ്യുന്നതുമൊക്കെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതായത് ഇനിയിപ്പോൾ ട്രേഡ് ഡീല് ഇന്ത്യയായിട്ട് US സൈൻ ചെയ്യും എന്നുള്ളൊരു സ്പെക്കുലേഷൻ എവിടെയെങ്കിലും നടക്കുന്നുണ്ട്. അതായത് മാർക്കറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റ് വളരെ ഇൻ്റലിജൻറ്റ് ആൻഡ് ബ്രില്യൻ സിസ്റ്റമാണെന്നുള്ള വിഷ്ണു നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ മാർക്കറ്റ് മാനത്ത് കാണും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ന്യൂസ് മാർക്കറ്റ് അഡ്വാൻസ് ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്കിതിനെക്കുറിച്ച് യാതൊരു ക്ലൂ ഇല്ല. ചിലപ്പോൾ ഞാൻ പറയുന്നത് 100% തെറ്റാവാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ മാർക്കറ്റിൽ എന്തെങ്കിലും കാര്യം അൺയൂഷ്വലായിട്ട് നടക്കുമ്പോൾ നമുക്കറിയാത്ത എന്തോ ഒരു കാര്യം മാർക്കറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും സംശയം വരുന്നത്. അപ്പോൾ ഈ റുപ്പിയുടെ അപ്രീസിയേഷനും US ഈ പറഞ്ഞ പോലെ ഇൻഫോസിസിൻ്റെ ADR കയറിയതും ആ ഷോർട്ട് കവറിങ് എന്ന് പറയുന്ന കാരണത്താൽ കയറിയെങ്കിലും അതിനെ നമ്മൾ പറയുന്നത് ഷോർട്ട് സ്ക്വീസ് എന്നാണ്. ഈ ഷോർട്ട് സ്ക്യൂസ് പണ്ടും നടന്നിട്ടുണ്ട്. അതായത് 2021 ഗെയിം സ്റ്റോപ്പ് എന്ന് പറയുന്ന ഷെയർസിനും ഇതേപോലെ നടന്നിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ ആ ഷോർട്ട് സ്ക്വീസ് ഒക്കെ ആണ് എന്ന് ഒഫീഷ്യലി പറയണമെങ്കിലും ഡസ് മാർക്കറ്റ് നോ സംതിങ് that we do not know. സാർ ഞാനൊന്ന് ഇടപെടുകയാണ്. ഇവിടെ ഇന്ന് ഇൻഫോസിസ് നമ്മൾ നോക്കുമ്പോൾ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് മാത്രമല്ല ഒരു 2% നേട്ടവും രേഖപ്പെടുന്നുണ്ട്. ഓബ്വിയസ്ലി അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ എന്തുകൊണ്ടാണ് ഇൻഫോസിസ് കയറുന്നത്? ഷോർട്ട് കവറിങ് ആയിരുന്നു US-ലെങ്കിൽ ഇവിടെ ആ റിപ്പർക്കഷൻ വരേണ്ട കാര്യമില്ല. കാര്യം അവിടെ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ലെൻഡ് ചെയ്ത ഷെയർസ് റീകോൾ ചെയ്ത ഒരു വലിയൊരു ഡീലറിൻ്റെ അല്ലെങ്കിൽ വലിയൊരു ലെൻഡറിൻ്റെ കഥയാണ് അവിടുത്തെ റാലിക്ക് കാരണമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് കയറണം? അതായത് US-ലെ ADR കയറുന്നതിനൊരു കാരണം പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ ഇൻഫോസിസ് കയറാനായിട്ട് ഇവിടെ ഷോർട്ട് കവറിങ് അല്ലല്ലോ. ഇൻഫോസിസ് കയറാനായിട്ട് ഇനി വേറെ എന്തെങ്കിലും മാർക്കറ്റിന് അറിയാമോ എന്നുള്ളതാണ്. എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ്, അതിപ്പോൾ US ട്രേഡ് ഡീൽ തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടോ എന്നറിയില്ല. കാര്യം ഇൻഫോസിസ്, TCS, വിപ്രോ അല്ലെങ്കിൽ ഇന്ത്യൻ IT സ്റ്റോക്സ് ഓൾവേസ് മിമിക് ഗ്ലോബൽ സ്റ്റോറി എന്നുള്ളതാണ്. അപ്പം US-ലെ ഒരു ഗ്രോത്ത് മിമിക് ചെയ്യുന്ന ഒരു സെക്ടർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് കീൻലി വാച്ച് ചെയ്യുന്നു എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വരുന്നുണ്ടോ എന്നുള്ളത്. ചിലപ്പോൾ ഞാൻ തെറ്റാമെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്ത് വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഇൻഡെക്സ് ഉള്ള IT-യാണ്. 1% മുകളിലൊരു നേട്ടം രേഖപ്പെടുന്നുണ്ട്. അബ്സല്യൂട്ട്ലി. അപ്പോൾ ഇതൊക്കെ കൂടി ഞാനൊന്ന് നോക്കുമ്പോൾ ഒരു ട്രേഡ് സെറ്റപ്പിൽ എവിടെയോ എന്തോ ഒരു കാര്യം മണക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. അതുമല്ല ക്രിസ്മസ് ന്യൂ ഇയറിനേക്ക് അടുത്ത് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ട്രംപ് ഇത് തരുമോ എന്നൊക്കെയുള്ളത് നമുക്കറിയില്ല. നമ്മൾ വി ലിവ് ഇൻ ഹോപ്പ് ആണല്ലോ അതിൻ്റെ എപ്പോഴും വലിയ പ്രത്യേകത എന്ന്. ദെൻ കമ്മിങ് ബാക്ക് ടു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ദ ഗ്രേറ്റ് AI ട്രേഡേഴ്സ് കമ്മിങ് ബാക്ക് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. നമ്മൾ നോക്കുമ്പോൾ ഈ നാസ്ഡാക്ക് ശരിക്കും പറഞ്ഞാൽ 3 ഇൻഡിസസിലും നാസ്ഡാക്കാണ് വെള്ളിയാഴ്ച ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. വെള്ളിയാഴ്ച നമ്മൾ US മാർക്കറ്റ് നോക്കുമ്പോൾ S&P 500 0.88% അപ്പായിരുന്നു. നാസ്ഡാക്കാണ് നല്ല രീതിയിൽ റാലി ചെയ്ത് 1.31% അപ്പായിരുന്നു. ഡൗ ജോൺസ് 0.38% അപ്പായിരുന്നു എന്നുള്ള. നമ്മളിപ്പോൾ ഗെയിനേഴ്സ് ഞാനൊന്ന് US മാർക്കറ്റിൽ നോക്കുമായിരുന്നു. അപ്പോൾ ഈ മൈക്രോൺ ടെക്നോളജി കഴിഞ്ഞ ആഴ്ച നല്ലൊരു പെർഫോമർ ആയിരുന്നു എന്നുള്ള. അത് വെള്ളിയാഴ്ചയും ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് 6.89% മൈക്രോൺ ടെക്നോളജി അപ്പാണ്. അതിൻ്റെ ഒരു ഏർണിങ്സ് വന്ന് എൻ്റെ ഒരു റേറ്റിംഗ് ആ സ്റ്റോക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ NVIDIA ഞാനൊന്ന് നോക്കിയപ്പോൾ +3.81% അപ്പായിരുന്നു എന്നുള്ള. അവിടെയും ഈ ചൈനീസ് ട്രേഡ്, അതായത് ഇപ്പോൾ NVIDIAക്ക് ചൈനയിലേക്ക് ചിപ്പ് എക്സ്പോർട്ട് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണെന്ന് തോന്നുന്നു. NVIDIA ഈസ് ഓൾസോ മൂവിങ് ഹൈ എന്നുള്ള. AMD ഏതാണ്ട് 6.15% അപ്പായിരുന്നു. പിന്നെ ബ്രോഡ്കോം
3.18% അപ്പായിരുന്നു. അതായത് AI സ്റ്റോക്സ് ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ള. സിസ്കോ 1.86% അപ്പാണ്. പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റോക്കാണ് ഗോൾഡ്മാൻ സാക്സ്, ഏതാണ്ട് 1.87% അപ്പായിരുന്നു. ബോയിങ് അത് 2.79% അപ്പായിരുന്നു എന്നുള്ള. അപ്പം നല്ല രീതിയിൽ AI ട്രേഡ് ഒന്ന് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് US മാർക്കറ്റ് വെള്ളിയാഴ്ച നമുക്ക് വന്നിരിക്കുന്ന ഡേറ്റ. ഞാനൊന്ന് ലൂസർ സൈഡിലേക്ക് പോയപ്പോൾ കോംകാസ്റ്റ് ഒരു -2.35% ആയിരുന്നു. സ്റ്റാർബക്സ് ഏതാണ്ട് -1.24% ഡൗൺ ആയിരുന്നു. മെക്ഡൊണാൾഡ്സ് -1.09% ആയിരിക്കുന്നു. ബട്ട് അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് നൈക്കി. നമ്മൾ പറഞ്ഞു ഈ ചൈനീസ് സെയിൽസ് ഭയങ്കരമായിട്ട് സ്ലംപ് ചെയ്തു എന്നുള്ളൊരു ന്യൂസും വന്നിരുന്നു. ചൈനയിൽ നിന്നുള്ള സെയിൽസ് വളരെ മോശമായിരിക്കും എന്നുള്ള ഗൈഡൻസും കൂടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നത് കാരണം കഴിഞ്ഞ വീക്കിൽ പല പ്രാവശ്യമായിട്ട് നൈക്കി ഡൗൺ ആയിരുന്നു. വീണ്ടും വെള്ളിയാഴ്ച ഏതാണ്ട് 10% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. ഈ നൈക്കിയുടെ ഇമ്പാക്റ്റ് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ സ്റ്റോക്സിനെയും കൂടെ എഫക്റ്റ് ചെയ്തു എന്നത്. ഞാൻ നോക്കുമ്പോൾ പ്യൂമ 3% ഡൗൺ ആയിരുന്നു. അഡിഡാസ് 1% ഡൗൺ ആയിരുന്നു. കാര്യം ഈ പറയുന്ന സ്പോർട്സ് ബ്രാൻഡുകൾക്ക് നൈക്കി, ആഡിഡാസ്, പൂമ എന്ന് പറയുന്ന സ്റ്റോക്കുകൾക്ക് ചൈന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റാണെന്നുള്ളത്. അപ്പം നൈക്കിക്ക് ഇതേപോലെ ഒരു അടി ചൈനയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അഡിഡാസിനും പൂമയ്ക്കും അങ്ങനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും യൂറോപ്യൻ മാർക്കറ്റിൽ അവർക്കും ഒരു ചെറിയൊരു ഇടിവ് വന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നമ്മൾ US മാർക്കറ്റിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ പറയാതെ പോകരുത്. അതായത് ഓറക്കിൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ വീക്ക്നെസ് ആയിരുന്നു സ്റ്റോക്ക്. വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും ഏതാണ്ട് 7% അപ്പാണ് എന്നുള്ളതാണ്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് തന്നെയാണ്. അതായത് ഈ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പം ഈ ടിക്ടോക്കും ഇപ്പോൾ US-ഉം ചൈനയും തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതായത് ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഡിബേറ്റ് ചെയ്തൊരു കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതായത് ടിക്ടോക്കിന് ഏതാണ്ട് US-ൽ 170 മില്യൺ യൂസേഴ്സ് ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. ഈ ടിക്ടോക്കിൻ്റെ ഡേറ്റ കംപ്ലീറ്റ് ഓറക്കിളിൻ്റെ സെർവറിലാണ് അത് സ്റ്റോർ ചെയ്യണതെങ്കിൽ പോലും ടിക്ടോക്കിനാണ് ഈ അൾട്ടിമേറ്റ് ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ 170 മില്യൺ യൂസേഴ്സിൻ്റെ ഡേറ്റ ചൈനീസ് കമ്പനികൾക്ക് അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെൻറ്റിന് കിട്ടും. രണ്ടാമത് ഇതിൻ്റെ അൽഗോരിതം, ടിക്ടോക്കിൻ്റെ അൽഗോരിതത്തിൻ്റെ ഓണർഷിപ്പും ചൈനയിലായതുകൊണ്ട് ചൈനയ്ക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് ഉപയോഗിച്ച് അമേരിക്കൻ പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അനിശ്ചിതത്വം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാരണത്താൽ തന്നെ അതായത് ഈ ടിക്ടോക്കിൻ്റെ മദർ കമ്പനി എന്ന് പറയുന്നത് ബൈറ്റ് ഡാൻസ് എന്ന് പറഞ്ഞ ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ ബൈറ്റ് ഡാൻസിനാണ് ഈ ടിക്ടോക്കിൻ്റെ അമേരിക്കൻ യൂസർ ഡേറ്റയുടെ ഓണർഷിപ്പ് ഉണ്ട് എന്നുള്ളത് വളരെ ഇഷ്യൂ ആയിരുന്നുള്ളത്. അപ്പോൾ അടുത്ത കാലത്ത് ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മൾ പറഞ്ഞിരുന്നത് പ്രോജക്റ്റ് ടെക്സാസ് എന്നാണ്. ഈ പ്രോജക്റ്റ് ടെക്സാസ് പ്രകാരം ഈ ഡേറ്റ കംപ്ലീറ്റ് സ്റ്റോർ ചെയ്തിരുന്നത് ഓറക്കിൾ സെർവറിലാണെങ്കിൽ പോലും ഓണർഷിപ്പ് ബൈറ്റ് ഡാൻസിനായിരുന്നു എന്നുള്ളത് വളരെ റിസ്ക് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ലോ പറയണമെന്ന് വെച്ചാൽ അതായത് US-ഉം ചൈനയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം US ലോ പറയണമെന്ന് വെച്ചാൽ ആ US ലോ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് അമേരിക്കൻസ് ഫ്രം ഫോറിൻ അഡ്വേഴ്സറി കൺട്രോൾഡ് ആപ്ലിക്കേഷൻ ആക്ട്. അത് പ്രകാരം പറയണമെന്ന് വെച്ചാൽ ബൈറ്റ് ഡാൻസ് അവരുടെ US ബിസിനസ് ഡൈവേസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഓണർഷിപ്പ് ഡൈവേസ്റ്റ് ചെയ്തിട്ട് അമേരിക്കൻ കമ്പനികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് അവർ തമ്മിലുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാലോ ഈ അൽഗോരിതം അതായത് അമേരിക്കൻ യൂസേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അൽഗോരിതം ചൈന ഗവൺമെൻറ് കൺട്രോൾ ചെയ്യും എന്നുള്ളൊരു കാരണത്താൽ അതായത് നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണെന്നുള്ള രീതിയിൽ. അതുമാത്രമല്ല 170 മില്യൺ യൂസേഴ്സിൻ്റെ ഡേറ്റയും അതിൻ്റെ ഓണർഷിപ്പ് ബൈറ്റ് ഡാൻസിന് പോവും എന്നുള്ളൊരു കാരണത്താലാണ് ഈ പുതിയൊരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. ആ അറേഞ്ച്മെൻറ്റ് പ്രകാരം ബൈറ്റ് ഡാൻസിൻ്റെ അല്ലെങ്കിൽ ടിക്ടോക്കിൻ്റെ അമേരിക്കൻ ബിസിനസ് ഡൈവേസ്റ്റ് ചെയ്തിട്ട് അമേരിക്കൻ ഓണേഴ്സിന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഈ പുതിയ എൻറ്റിറ്റി അങ്ങനെ കാർവ് ഔട്ട് ചെയ്ത അമേരിക്കൻ എൻറ്റിറ്റി അതായത് പുതിയ എൻറ്റിറ്റി ടിക്ടോക്സ് USDS JV LLC എന്ന് പറയുന്ന ആ ഒരു കമ്പനിയെ കൺസോർഷ്യം ഓഫ് അമേരിക്കൻ കമ്പനീസാണ് അതിൻ്റെ ഓണർഷിപ്പ് എടുക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ നോക്കണം ഇപ്പോൾ അമേരിക്കൻ ഓണേഴ്സ് മാത്രമല്ല അമേരിക്കൻ പ്ലസ് ഗ്ലോബൽ ഓണേഴ്സും കൂടെ ചേർന്നാണ് ടിക്ടോക്കിൻ്റെ അമേരിക്കൻ ബിസിനസ് ഇനി കൺട്രോൾ ചെയ്യാൻ പോകുന്നതെന്നുള്ള. അതിൻ്റെ ഓണർഷിപ്പ് ആർക്കൊക്കെ വരുന്നത്? ഓറക്കിളിന് വരുന്നുണ്ട്, സിൽവർ ലേക്കിന് വരുന്നുണ്ട്, അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള MGX ഇവരെല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് 80.1% സ്റ്റേക്ക് എടുക്കാൻ പോകണം എന്നുള്ള. ബൈറ്റ് ഡാൻസിന് ഈ അമേരിക്കൻ ബിസിനസ്സിൽ ഏതാണ്ട് 19.9% ഓണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റേക്ക് മാത്രമേ കാണുള്ളൂ. കാര്യം വെച്ചാൽ പുതിയ US ലോ പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണർഷിപ്പ് ചൈന കമ്പനിക്ക് പാടില്ല. അതുമാത്രമല്ല ചൈനീസ് കമ്പനിയുടെ സ്റ്റേക്ക് 20% കൂടുതൽ പോകാനും പാടില്ല. അങ്ങനെ ടിക്ടോക്കിൽ അമേരിക്കൻ ബിസിനസ് ടിക്ടോക്കിൻ്റെ അമേരിക്കൻ
US ഡേറ്റ ഈ ഓണർഷിപ്പ് ചൈനീസ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് 20% താഴെയാണ് എന്നുള്ളതാണ് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഇത് പ്രകാരം ഏതാണ്ട് ഈ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 7 മെമ്പേഴ്സ് ഈ അമേരിക്കൻ ആൻഡ് ഗ്ലോബൽ കമ്പനീസിൻ്റെ ആയിരിക്കും. ഒരെണ്ണം എന്ന് പറയുന്നതായിരിക്കും US ബേസ്ഡ് ബിസിനസ്സിൽ ഏതാണ്ട് ഈ ബൈറ്റ് ഡാൻസ് എന്ന് പറയുന്ന ചൈനീസ് കമ്പനിക്ക് 20% താഴെ മാത്രമേ ഷെയർ ഹോൾഡിംഗ് പാടുള്ളൂ എന്നുള്ളതാണ് പുതിയ റൂൾ പറയുന്നത്. അപ്പോൾ അവരുടെ ഷെയർ ഹോൾഡിംഗ് ഏതാണ്ട് 19.9% ആയി കുറയുന്നു. അമേരിക്കൻ ബിസിനസ് അവർ ഡൈവേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പകരം ബാക്കി 80% ഹോൾഡ് ചെയ്യാൻ പോകുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളും ഗ്ലോബൽ കമ്പനീസുമാണ്. അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റർ ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഓറക്കിൾ ആയിരിക്കും എന്നുള്ള. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഓറക്കിളിന് ഈ ഡീൽ, അതായത് ടിക്ടോക്ക് ഡൈവേസ്റ്റ് ചെയ്യുന്നതിൽ വലിയൊരു ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടിക്ടോക്കിൻ്റെ ഓണർ ഓറക്കിൾ ആവും എന്നുള്ള മാത്രമല്ല അമേരിക്കൻ ബിസിനസ്സിൻ്റെ, അതുമാത്രമല്ല ഓറക്കിൾ ഈ ടിക്ടോക്കിൻ്റെ ട്രസ്റ്റഡ് സെക്യൂരിറ്റി പാർട്ട്ണർ ആവുന്നു എന്നുള്ളതാണ്. അതായത് ഇനി മുതൽ ഈ ടിക്ടോക്കിൻ്റെ യൂസേഴ്സായിട്ടുള്ള അമേരിക്കൻ യൂസേഴ്സിൻ്റെ എല്ലാ ഡേറ്റയും ഓറക്കിളിൻ്റെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കും സ്റ്റോർ ചെയ്യണേ എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ ടിക്ടോക്കിൻ്റെ അൽഗോരിതം, നേരത്തെ ടിക്ടോക്കിൻ്റെ അൽഗോരിതം ആണല്ലോ ചൈനീസ് ഗവൺമെൻറ് യൂസ് ചെയ്തിട്ട് അമേരിക്കൻ യൂസേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ചൈനീസ് അജണ്ട പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന അൽഗോരിതത്തിൻ്റെ ആ ഒരു ഓവർസീയിങ്ങിൻ്റെ ചുമതലയും കൂടെ ഓറക്കിളിന് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓറക്കിളിനെ സംബന്ധിച്ച് ഈ ഒരു ഡീല് കൊണ്ട് ഓറക്കിളിന് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു മൾട്ടി ഇയർ റെക്കറിങ് റവന്യൂ ആണ് ഈ ടിക്ടോക്ക് വഴി. കാര്യം ടിക്ടോക്ക് വളരെ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ആപ്പാണ് എന്നുള്ള. അപ്പം ഓറക്കിളിന് ഈ ഒന്നാമത് തന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച കുറച്ച് നാളായിട്ട് സ്റ്റോക്ക് ഡൗൺ ആയിരുന്നു. കാര്യം അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡേറ്റാ സെൻറ്റർ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ബ്ലൂ ഓൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻവെസ്റ്റർ പുറകോട്ടടിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് എന്നതിന് നെഗറ്റീവായിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ടിക്ടോക്കിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടി ഇയർ റെക്കറിങ് റവന്യൂ ഓറക്കിളിന് ടിക്ടോക്ക് വഴി കിട്ടും. അതുമാത്രമല്ല ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതായത് നാഷണൽ സെക്യൂരിറ്റി കൺസേൺ ആയിട്ടുള്ളതാണ് ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന സാധനം. അതിൻ്റെ ഒരു റെസൊല്യൂഷൻ്റെ പാർട്ടാവാനായിട്ട് അല്ലെങ്കിൽ ആ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഓറക്കിളിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഓറക്കിളിൻ്റെ ഈ പറയുന്ന പോലെ ക്രെഡിബിലിറ്റിയെ ഭയങ്കരമായിട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുള്ള. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഓറക്കിൾ ഒന്ന് കംബാക്ക് നടത്തിയിരിക്കുന്നു. US മാർക്കറ്റ് ഏതാണ്ട് 6 to 7% അപ്പായിരുന്നു എന്നുള്ളതാണ്. 6.6% അപ്പായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഓറക്കിളിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്. നമ്മളിനിപ്പോൾ ട്രഷറി ഈൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അമേരിക്കയിൽ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഡേറ്റ ഏതാണ്ട് 52.9 എന്ന് പറയുന്ന ഫിഗറിലേക്ക് വന്നു. ലോവർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. അത് കാരണം തന്നെ ഏതാണ്ട് ട്രഷറി ഈൽഡ്, അതായത് US 10-year ബോണ്ട് ഈൽഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്ത് ഏതാണ്ട് 3 basis points to 4 basis points അപ്പായിട്ട് 4.14 4.15 ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ട്രഷറി ഈൽഡ് 4.15% എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും രീതിയിൽ ഒന്ന് റൈസ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഈ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ് 52.9 എന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഈ ജോബ്ലെസ്നെസ് ക്ലെയിംസ് അല്ലെങ്കിൽ CPI ഡേറ്റ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റയാണ് ഈ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി ഒന്ന് പറയുകയാണ്. അതായത് ഇനി ഈ ഡേറ്റയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെന്താണ് നിങ്ങളോട് പറയുന്ന ആ ഡേറ്റ എന്താണ് പറയണത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ ഒരു നോളജും കൂടെ നമ്മളൊന്ന് പാസ് ഓൺ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയണതെന്ന് വെച്ചാൽ ഈ ഒരു ഡേറ്റ, അതായത് കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കൺസ്യൂമറിൻ്റെ ഓപ്റ്റിമിസമാണ് കാണിക്കുന്നത്. കൺസ്യൂമർ ഓപ്റ്റിമിസം എന്ന് പറയുന്നത് US എക്കണോമിയെക്കുറിച്ച് കൺസ്യൂമറിന് എന്ത് തോന്നുന്നു, രണ്ടാമത് അവരുടെ പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് അവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളൊരു മൂഡും സെൻറ്റിമെൻറ്റുമാണ് ഈ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത് എന്നുള്ള. അത് ശരിക്കും പറഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യണത് യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗനാണ്. മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയാണ് അത് പബ്ലിഷ് ചെയ്യണേ എന്നുള്ള. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡേറ്റ ഭയങ്കര രീതിയിൽ വാച്ച് ചെയ്യുന്നതാണ്. ഫെഡ് മാത്രമല്ല, പൊതുവെ ഗ്ലോബൽ എക്കണോമിസ്റ്റുകളും അനലിസ്റ്റുകളും വാച്ച് ചെയ്യുന്നതാണ് ഈ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ്. കാര്യം വെച്ചാൽ USൻ്റെ GDPയുടെ വലിയൊരു വിഭാഗവും കൺസംഷനാണ് എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ആ കൺസംഷൻ സ്റ്റോറിയിൽ കൺസ്യൂമേഴ്സിന് എന്താണ് US എക്കണോമിയെക്കുറിച്ചും അവരുടെ പൈസയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫോർകാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ എല്ലാവരും വിചാരിച്ചതെന്ന് 53.5 ആവുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിനേക്കാളും കുറവ്, അതായത് 52.9 ആണ് എന്ന് പറഞ്ഞത്. അതായത്
falling short of expectation എന്നുള്ളതാണ്. ബട്ട് വേറൊരു കാര്യമുണ്ട്, നവംബറിൽ വളരെ ലോ ആയിരുന്നു 51 എന്ന് പറയുന്ന ഫിഗറാണ്. അപ്പോൾ 51-ൽ നിന്ന് 52.9 ആവുക എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഡിസംബർ 2024 ഡേറ്റ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഈ 52.9 കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും 28% ഡൗൺ ആണ്, ഹിസ്റ്റോറിക് ലോയിലാണ് അത് നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് പറയുന്നത്. അപ്പം കൺസ്യൂമേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഡേറ്റയിൽ പറയുന്നത് വെച്ചാൽ 47% ഓഫ് റെസ്പോണ്ടൻസും പറയുന്നത് പ്രൈസ് റൈസ് അല്ലെങ്കിൽ ഹൈ പ്രൈസസ് ഒരു കാരണമാണ്. അതിന് വലിയൊരു കാരണം തന്നെ US-ൻ്റെ ടാരിഫാണ് എന്നുള്ള ഒരു ഇൻഫർമേഷനും കൂടെ പുറത്തു വരുന്നു എന്നുള്ളത്. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഈ ഒരു സെൻറ്റിമെൻ്റ് ഡേറ്റ എങ്ങനെയാണ് US-നെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് എന്നുള്ള. പിന്നെ ഓയിലിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും ഈ പറയുന്ന പോലെ ഓയിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ മാർക്കറ്റ് ഒന്ന് ടൈറ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. $60 60 പെർ ബാരലിലേക്ക് ഒന്ന് വന്നിരിക്കുന്നു. അതിൻ്റെ ചുറ്റുവട്ടത്താണ് ട്രേഡ് ചെയ്യണമെന്നുള്ളത്. ഒന്നാമത് നമുക്കറിയാലോ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ട്, അതായത് US-ഉം വെനിസ്വേലയും. ഇപ്പോൾ ട്രംപ് പറയുന്നത് വെച്ചാൽ ഹീ വിൽ നോട്ട് ഷൈ അവേ ഫ്രം അറ്റാക്കിംഗ് വെനിസ്വേല ഇഫ് നീഡഡ്, അതായത് മിലിറ്ററി ഓപ്പറേഷൻ ചിലപ്പോൾ നടത്താനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെ പറഞ്ഞതോടുകൂടി ഓയിൽ മാർക്കറ്റ് ഇതിൽ ജിറ്ററി ആയി എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമ്മളൊന്ന് തിരിച്ചു വരാൻ നേരത്ത് ചെറിയ 2-3 കാര്യങ്ങൾ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഡിസംബർ 20, 2025, അതായത് 2 ദിവസം മുമ്പേ GE വെർണോവ T&D ഇന്ത്യ ലിമിറ്റഡ് ആ കമ്പനിക്ക് ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള AESL പ്രോജക്റ്റ് ലിമിറ്റഡിൻ്റെ ഇതാണ് കിട്ടിയത്. അതായത് അഡാനി എനർജി സൊല്യൂഷൻസിൻ്റെ ഒരു സബ്സിഡറിയാണ് ഈ AESL എന്ന് പറയുന്നത്. ഇതൊരു വലിയ HVDC പ്രോജക്റ്റാണ്. HVDC പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഫോർ എ ക്രിട്ടിക്കൽ പവർ ട്രാൻസ്മിഷൻ പ്രോജക്റ്റ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. ഇതൊരു വലിയ പ്രോജക്റ്റാണ്. എനിക്ക് തോന്നുന്നു 8,000 crores തന്നെ എങ്ങാണ്ട് ഈ പ്രോജക്റ്റ് തന്നെ. ഒന്നാമത് ഈ GE വെർണോവ എന്ന് പറയുന്നത് 13,000 crore ഓർഡർ ബുക്ക് ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളത്. ഇപ്പോൾ നുവാമയുടെ ഒരു റിപ്പോർട്ടും അതിനെ അസോസിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. അവർ പറയുന്നത് വെച്ചാൽ FY 28-29 ഒരു ഏർണിങ്സ് അപ്ഗ്രഡേഷൻ ഈ പ്രോജക്റ്റ് കാരണം 20 to 30%, അതായത് 13,000 കോടിയാണ് അവരുടെ ഓർഡർ ബുക്കെങ്കിൽ ഇത് മാത്രം 8,000 കോടിയുടെ ഓർഡറാണ് ഈ അഡാനിയുടെ സബ്സിഡറി കമ്പനിയിൽ നിന്ന് കിട്ടിയതെന്ന് പറയുമ്പോൾ അതൊരു മാസീവാണ്. അപ്പോൾ ഒരു ഏർണിങ്സ് അപ്ഗ്രേഡ് ഏതാണ്ട് 20 to 30% 2028-29 വന്നേക്കാം എന്ന് GE വെർണോവയ്ക്ക് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അത് കാരണം ഇന്നത്തെ ഒരു ചിലപ്പോൾ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് GE വെർണോവ ആനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം എന്നുള്ളത്. പിന്നെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ചെറിയൊരു കോഷൻ ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് അറിയിക്കുന്നു എന്നേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ ഈ സെമി കണ്ടക്ടർ ചിപ്പ് സ്റ്റോറിയൊക്കെ നമ്മുടെ സ്പോട്ട്ലൈറ്റിലും അല്ലാതെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോരുത്തരും ഇപ്പോൾ എങ്ങനെയുണ്ട് CG പവർ അല്ലെങ്കിൽ കെയ്ൻസ് ടെക്നോളജി അല്ലെങ്കിൽ റിലയൻസിൻ്റെ അങ്ങനെ പല കമ്പനികളുടെയും സെമി കണ്ടക്ടർ ചിപ്പ് ഡിവിഷനിലെ എക്സ്പാൻഷനെക്കുറിച്ചും ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോഴും പല പ്രേക്ഷകരും നമ്മളോടത്ത് ഈ RRP സെമി കണ്ടക്ടർ എന്നൊരു കമ്പനിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഈ RRP സെമി കണ്ടക്ടറിനെ കുറിച്ച് ഞാൻ നമ്മുടെ സ്പോട്ട്ലൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ടോക്കിലോ ഞാൻ മെൻഷൻ ചെയ്യാറില്ല എന്നുള്ളതാണ്. ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത ഞാൻ സെപ്റ്റംബർ 2024 എനിക്ക് തോന്നുന്നു 30 രൂപയായിരുന്നു തോന്നുന്നു അല്ലേ. അവിടെ നിന്ന് ഇത് കയറിയിട്ട് 2025 ഡിസംബർ ആയപ്പോഴത്തേക്കും 11,095 റുപ്പീസിലേക്ക് അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. 1984 ട്രേഡ് ചെയ്തത്. എത്രയായി? 1984. എന്നാലും 55,000% ഒരു റിട്ടേൺ ആണ് ആ സ്റ്റോക്ക് തന്നതെന്നുള്ളതാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഈ RRP സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതായത് ഞാൻ നോക്കുമ്പോൾ 149 പ്രാവശ്യം അപ്വേർഡ് സർക്യൂട്ട് അടിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണെന്ന് തോന്നുന്നു. ഡെയിലി ഇട്ടാൽ തന്നെ നമുക്ക് കാണാം വളരെ ഒരു മാനിപ്പുലേഷൻ ഫീൽ ചെയ്യുന്ന ഒരു ചാർട്ടാണ് കാണാൻ. അതിനകത്ത് ഞാനൊരു കോഷൻ ഒന്ന് സജസ്റ്റ് ചെയ്യുന്ന കാര്യം വെച്ചാൽ ഇതെനിക്ക് അറിയില്ല, ഞാൻ പറയുന്നത് ശരിയാവുമോ എന്നറിയില്ല. ഞാൻ ആക്ച്വലി അതിൻ്റെ അടുത്ത കാലത്ത് ഞാൻ എവിടെയോ വായിച്ചപ്പോൾ ഈ RRP സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ വായിക്കാറില്ല. ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിനെ കുറിച്ച് വായിക്കാറില്ല. കാര്യം കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആർട്ടിക്കിൾസ് കംപ്ലീറ്റ് നമ്മളെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നമ്മൾ സൈക്കോളജി ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ചു പോകും. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജീവിതത്തിൽ തന്നെ ചില ഫ്രോഡായിട്ടുള്ള ആൾക്കാർ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ സംസാരത്തിലേക്ക് നമ്മൾ വീണു പോകരുത്. അവരെ അവോയ്ഡ് ചെയ്ത് നിർത്തലാണ് നല്ലതെന്ന് പറഞ്ഞാൽ ഈ RRP സെമി കണ്ടക്ടറിനെ ഞാനൊന്ന് നീക്കി നിർത്തിയിരിക്കുകയാണെന്നുള്ളൂ. പക്ഷേ എനിക്കൊരു സംശയം, നമ്മുടെ പ്രേക്ഷകരെങ്ങാനും ഒന്ന് ഇത് അറിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ്. ഇത് കറക്റ്റ് അവിടെ നിർബന്ധമില്ല. ഞാൻ നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഉണ്ടല്ലോ, അവർ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് റവന്യൂ ആയിരുന്നു എന്നുള്ള. അതുമാത്രമല്ല അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറയുന്നത് അവർക്ക് ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് 2 പേരെ വർക്ക് ചെയ്യണുള്ളൂ എന്നാണ് ഈ കമ്പനിയിൽ.
ഈ കമ്പനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയും നോക്കൂ, 11,000 കോടിയുടെ വാല്യുവേഷനിൽ മാർക്കറ്റ് ക്യാപ്പ് ട്രേഡ് ചെയ്യുന്ന കമ്പനി. ഏതാണ്ട് ആനുവൽ റിപ്പോർട്ടിൽ പറയുന്ന 2 എംപ്ലോയീസാണ് വർക്ക് ചെയ്യണമെന്നുള്ള. അവർ പറയുന്നത് വെച്ചാൽ സെമി കണ്ടക്ടർ സെക്ടറിൽ ഞങ്ങൾ വലിയ രീതിയിൽ ഞങ്ങൾ അങ്ങ് മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുന്നു. ഇതിൻ്റെ ഒരു ലക്ഷണവും അതിൻ്റെ ആനുവൽ റിപ്പോർട്ടിലും അതിൻ്റെ ഏർണിങ്സിലും ഒന്നും കാണാനില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അവർ പറയുന്നത് 2024 നിന്ന് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് സെമി കണ്ടക്ടറിലേക്ക് മാറി. സെമി കണ്ടക്ടർ പ്രോജക്റ്റിലേക്ക് ഒരു ചിപ്പിൻ്റെയൊക്കെ എന്താ പറയുക ഫാബ്രിക്കേഷനും അസംബ്ലിയൊക്കെ എത്ര നാളെടുക്കുമെന്നറിയോ? അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ RRP സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ രീതിയിൽ പുരോഗമിച്ചു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് എന്നുള്ളത് ഈ സ്റ്റോക്കിനെ തീർച്ചയായിട്ടും ഈ ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത്. എനിക്ക് തോന്നുന്നു 55,000% റിട്ടേൺ, അതായത് 30 രൂപയിൽ നിന്നും 11,000 അല്ല ഇപ്പോൾ 10,000 രൂപ എത്തിച്ചതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഹൈപ്പിൽ കൂടെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുമ്പോൾ 2024 ഏകദേശം 74% ഉണ്ടായിരുന്നു, ഇപ്പോൾ 1% കാണുന്നുള്ളൂ. അപ്പോൾ വലിയ രീതിയിൽ പ്രൊമോട്ടേഴ്സ് വിറ്റൊഴിഞ്ഞിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കുന്നത്? എന്തായാലും ശരി, ഇതിനകത്ത് വളരെ ലോ ഫ്രീ ഫ്ലോട്ട് ആയിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല സോഷ്യൽ മീഡിയ ഹൈപ്പും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് കൂടുതൽ പോകുന്നതിനെക്കാട്ടിലും ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അതായത് വലിയ ലിക്വിഡിറ്റി ഒന്നും അതിനകത്ത് നടക്കുന്നത് പോലും ആർട്ടിഫിഷ്യലി അത് പൊക്കോണ്ടിരിക്കുകയാണെന്നുള്ള, ചിലപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇത് താഴേക്ക് വന്നേക്കാം എന്നുള്ളൊരു കോഷനും കൂടെ ഞാനൊന്ന് തരുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലോട്ട് വെക്കണമെന്ന് പറയുന്നു. ഒന്ന്, ഈ പറയുന്ന പോലെ GE വെർണോവ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ന്യൂസ് ഇന്ത്യൻ മാർക്കറ്റിൽ തരുമ്പോൾ തന്നെ ഈ RRP സെമി കണ്ടക്ടറിൽ ഒരു റെഡ് ഫ്ലാഗ് കാണുന്നു. അത് നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യോ റെക്കമെൻഡേഷനോ സോളിസിറ്റ് ചെയ്യോ എന്ന് വിചാരിക്കരുത്. ഒരു കോഷൻ ഞാൻ പറയുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് അതിലൊരു റെഡ് ഫ്ലാഗ് കണ്ടു. നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോട് ചോദിക്കുക. ഈ പറഞ്ഞ 2 സ്റ്റോക്കും നിങ്ങളൊരു റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. RRP സെമി കണ്ടക്ടറുടെ കാര്യത്തിൽ ഞാനൊരു കോഷനിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു. ഓവർ ടു യു വിഷ്ണു. ഏതായാലും സാർ പറഞ്ഞ ഈ ഒരു ജീവനോട് ഒരു കാര്യം കൂടി പറയുന്നത് 8%-ലധികം ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ രേഖപ്പെടുന്നുണ്ട്. സാർ, നമുക്ക് എന്തായാലും ഇതിപ്പോൾ ഒരു ക്രിസ്മസ് വീക്കിലോട്ട് വരുമ്പോൾ ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ് അവതരിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഏത് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സാണ് പങ്കുവെക്കാൻ? ഇതിനകത്ത് ഇപ്പോൾ സ്പോട്ട്ലൈറ്റ് ബിസിനസ് പറയേണ്ടത് വേറെ ഒന്നുമല്ല. കാര്യം ശ്രീറാം ഫിനാൻഷ്യലിൻ്റെ ഒരു ഡീല് വന്നല്ലോ. അത് ഞാൻ ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ് എന്നുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് വെച്ചാൽ MUFG എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മിത്സുബിഷി UFJ ഫിനാൻഷ്യൽ ഗ്രൂപ്പ്. അവർ ടോക്കിയോ ഹെഡ്ക്വാർട്ടേഴ്സ് കമ്പനിയാണ്. 360 കൊല്ലത്തെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണെന്നുള്ളത്. ഏതാണ്ട് അവരുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ 2000 ലൊക്കേഷൻസ് കവർ ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് MUFG എന്ന് പറയുന്നത്. അതായത് 40ഓളം രാജ്യങ്ങൾ, 2000 ലൊക്കേഷൻസ്, 40 കൺട്രീസിലുള്ള വളരെ വലിയൊരു ഗ്രൂപ്പാണ് ഈ MUFG അഥവാ മിത്സുബിഷി UFJ ഫിനാൻഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനി എന്നുള്ളത്. അവർക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 15,000 അല്ല, എനിക്ക് തോന്നുന്നു 1,50,000 എംപ്ലോയീസ് എങ്ങാണ്ടാണ്. 1.5 ലാക്ക് എംപ്ലോയീസ് MUFJക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള. ഇവരുടെ ബേസിക് സർവീസസ് എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്കിങ്, പിന്നെ ട്രസ്റ്റ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു നിഷായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ സെക്യൂരിറ്റീസിലുണ്ട്, അവർക്ക് ക്രെഡിറ്റ് കാർഡ്സിലുണ്ട്, അസറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്, ലീസിങ് ആൻഡ് ലെൻഡിങ്, ഇങ്ങനത്തെ പല കാര്യത്തിലും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സർവീസ് ഉള്ളൊരു കമ്പനിയാണ് MUFG എന്ന് പറയുന്നത്. ഏതാണ്ട് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു 1894 മുതലുണ്ട് ഈ കമ്പനി എന്ന് പറഞ്ഞാൽ 130 കൊല്ലത്തെ വർക്കിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്ക് ഇന്ത്യയിൽ എന്നുള്ളതാണ്. അപ്പോൾ ജാനുവരി 2020 MUFG ഈ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ അവരുടെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ തുടങ്ങി, GCC അവർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നറിയോ? അതായത് അവർ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റി കാണുന്നതാണ്. അതായത് 2022 എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് സിറ്റിയിൽ അവർ ഫസ്റ്റ് ജാപ്പനീസ് ബാങ്ക് ടു ഓപ്പൺ എ ബ്രാഞ്ച് ഇൻ ഗിഫ്റ്റ് സിറ്റി എന്നുള്ള. അപ്പോൾ ഗിഫ്റ്റ് സിറ്റിയിൽ വരുന്നു, ബാംഗ്ലൂർ GCC തുറക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് എന്നുള്ളതാണ്. അവർ ഗണേശ എന്ന് പറയുന്ന ഒരു ഫണ്ട് ഇന്ത്യയിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതാണ്ട് ലാസ്റ്റ് ഇയർ 2024 MUFG ഏതാണ്ട് 332 മില്യൺ ഒരു ഡിജിറ്റൽ ഫിനാൻസ് പ്രൊവൈഡർ, അതായത് DMI ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇത് മാത്രമല്ല അവർ പല ഇൻവെസ്റ്റ്മെൻറ്റ്സും നടത്തിയിട്ടുണ്ട്. അതായത് പല ഈ വെൽത്ത് മാനേജ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനികളായ നിയോ ഗ്രൂപ്പ്, പിന്നെ അതല്ല ഈ പറയുന്ന പോലെ ലോൺ കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസ് ആയ ക്രെഡിറ്റ് ബി, ലെൻട്ര എന്ന് പറയുന്ന കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവർ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ കാണുന്നു, എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നതെന്നുള്ള. അപ്പോൾ അവർ കുറേ നാളായിട്ട് ഈ പറയുന്ന പോലെ NBFC സെക്ടറിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനിയെ ഹണ്ട് ചെയ്ത് അക്വയർ ചെയ്യാനായിട്ട് ഇവർ കുറേ നാളായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു HBD ഫിനാൻഷ്യൽ സർവീസില്ലേ, HDFC ബാങ്കിൻ്റെ HBD ഫിനാൻഷ്യൽ സർവീസസിലേക്ക് ഒരു സ്റ്റേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട്
ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ വർഷം ലിസ്റ്റ് ചെയ്ത് എച്ച് ബി ഡി ഫിനാൻഷ്യലിൽ എടുക്കാൻ അവരുടെ പരമാവധി അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. ബട്ട് MUFGക്ക് ആ HBD കിട്ടിയില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല അവർ വലിയൊരു യെസ് ബാങ്കിന് വേണ്ടിയിട്ട് വലിയൊരു കോണ്ടൻഡർ ആയിരുന്നു എന്നുള്ളതാണ് MUFG എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഈ റൈവൽ കമ്പനിയായ സുമിടോമോ ബാങ്കിങ് കോർപ്പറേഷൻ അതിനെ യെസ് ബാങ്കിനെ ഏറ്റെടുത്തത്. ഇവർക്ക് യെസ് ബാങ്കും കിട്ടിയില്ല എന്നുള്ള. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫ് ലൈറ്റ് ആയിട്ട് നമുക്കറിയാലോ ഇന്ത്യൻ ഫിനാൻഷ്യൽ സെക്ടറിൽ ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് FDIs വരുന്നു 2025 എന്നുള്ള വളരെ പ്രത്യേകതയാണ്. ഞാൻ നോക്കുമ്പോൾ എമിറേറ്റ്സ് NBDയും RBLും തമ്മിൽ ഒക്ടോബറിൽ ഒരു 60% സ്റ്റേക്ക് 26,853 കോടിയുടെ ഒരു സ്റ്റേക്ക് ഡീൽ നടന്നു എന്നുള്ള SBNC യെസ് ബാങ്ക് മെയിൽ 24.2%, 13,483 crores ഡീല്. IHC സമ്മാൻ ക്യാപിറ്റൽ ഒക്ടോബറിൽ ഏതാണ്ട് 42% സ്റ്റേക്ക് 9,000 crores. അതുപോലെ വാർബക് പിൻകസും ADIA IDFC ഫസ്റ്റ് ബാങ്കും ഏപ്രിലാണ് 14.58% ഒരു ഡീല് 7,500 കോടി. അത് കഴിഞ്ഞ് ബ്ലാക്ക് സ്റ്റോണും ഫെഡറൽ ബാങ്കും ഒക്ടോബറിൽ 9.9% ഏതാണ്ട് 6,196 crores. അതുപോലാതെ അവൻഡസ് ക്യാപിറ്റൽ മിസുഹോ എന്ന് പറയുന്ന കമ്പനി 61.6% ഒരു ഡീല് 4,700 crores. സുറിക്കും കോട്ടക് മഹീന്ദ്ര ജനറൽ ഇൻഷുറൻസും ഫെബ്രുവരിയിൽ 2025 70% സ്റ്റേക്കിന് 5,560 crores. ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം മാർച്ചിൽ 18% 4,385 crores. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഓപ്പൺ ഓഫറും കൂടെ വരുന്നുണ്ട് എന്നുള്ള സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുന്നതാണ് മനസ്സിലാക്കുക. അത് 2025 ഇന്ത്യൻ ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലേക്ക് ഒരുപാട് FDI വന്നു വീണു എന്നുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസ് ഏതാണ്ട് MUFG ബാങ്ക് ശ്രീറാം ഫിനാൻസിൽ 20% സ്റ്റേക്ക് ഫോർ 39,618 crores. അതായത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫിനാൻഷ്യൽ സർവീസസിലെ FDI ആണ് എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത. ഇത് പ്രകാരം MUFGക്ക് ഏതാണ്ട് 471 മില്യൺ ഷെയർസ് 840 രൂപ പെർ ഷെയറിന് ഇത് അലോട്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നതെന്നുള്ള. അതുമാത്രമല്ല അവർക്ക് 2 നോമിനി ഡയറക്ടേഴ്സിനെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതോടുകൂടി MUFGയുടെ ടേക്ക് ഓവർ വരുന്നതോടുകൂടി ഈ ശ്രീറാമിൻ്റെ ക്യാപിറ്റൽ അഡ്വക്കേസി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും, ബാലൻസ് ഷീറ്റ് സ്ട്രെങ്തൻ ചെയ്യും, ലോങ് ടേം ഗ്രോത്ത് ക്യാപിറ്റൽ കിട്ടും. അതുമാത്രമല്ല ലോ കോസ്റ്റ് ആയിട്ടുള്ള ഫണ്ട് കിട്ടാൻ ഈ MUFG വഴി സാധിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ ശ്രീറാം ഫിനാൻസിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗും കൂടെ ഇൻക്രീസ് ചെയ്യും. അതുമാത്രമല്ല ഗവർണൻസും ഓപ്പറേഷണൽ പ്രാക്ടീസ് വേൾഡ് സ്റ്റാൻഡേർഡ് ഗ്ലോബൽ പ്രാക്ടീസസിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു 20% സ്റ്റേക്ക് MUFG ആദ്യം എടുത്തിട്ട് പതുക്കെ ഇവർ കൺട്രോൾ ഇൻക്രീസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നുള്ളതാണ്. ഇത് മാത്രമല്ല ഈ MUFG ആയിട്ട് വരുമ്പോഴേ ഈ ജാപ്പനീസ് ക്രെഡിറ്റ് ലൈൻസിൽ നിന്നും US ക്രെഡിറ്റ് ലൈൻസിൽ നിന്നും ഈ MUFG കാരണം ഈ ലോങ് ടേം ലോങ് ടെന്യൂർ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഫണ്ട്സ് ശ്രീറാം ഫിനാൻസിന് കിട്ടുക. ഈ NBFCയെ സംബന്ധിച്ച് നമുക്ക് കോസ്റ്റ് ഓഫ് ഫണ്ട്സ്, അതായത് NBFCയെ സംബന്ധിച്ച് ബാങ്ക് പോലെയല്ല, ഡെപ്പോസിറ്റ് അല്ല, NCD അല്ലെങ്കിൽ ക്യാപിറ്റൽ റൈസിങ് ഒക്കെ വഴി അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് ലോ കോസ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടുള്ളൂ എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവർക്ക് കൂടുതലും ശ്രീറാം ഫിനാൻസിന് 80% ലോണും ഈ കമേഴ്ഷ്യൽ പാസഞ്ചർ വെഹിക്കിളുമാണ് MSMEയുമാണ്. 50% സൗത്ത് ഇന്ത്യയിലാണ് ഈ ശ്രീറാം ഫിനാൻസ് ഓപ്പറേറ്റ് ചെയ്യണത് എന്നുള്ളതാണ്. ശ്രീറാം ഫിനാൻസിൻ്റെ CMP അറിയാലോ നമുക്ക് 902 ആയിരുന്നു വെള്ളിയാഴ്ച ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് ക്യാപ്പ് 1,69,000 crores ആയിരുന്നു. എനിക്ക് December 2024 576 റുപ്യ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ആസ് ഓൺ ഡേറ്റ് അത് 900+ ആയിട്ടാണ് ട്രേഡ് ചെയ്യണത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇയർ ടു ഡേറ്റ് ഏതാണ്ട് 57% അത് റിട്ടേൺ തന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പനി എസ്പെഷ്യലി ഈ NBFC കമ്പനിയെ ഈ പ്രൈസ് ടു ബുക്ക് എന്ന് പറയുന്ന പാരാമീറ്ററിലാണ് നമ്മൾ സാധാരണ ഇവാലുവേറ്റ് ചെയ്യണം. അല്ല മറ്റുള്ള സ്റ്റോക്ക് പോലെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസിലല്ല, പ്രൈസ് ടു ബുക്ക്. ഞാനിത് നോക്കുമ്പോൾ ഈ ശ്രീറാം ഫിനാൻസിൻ്റെ പ്രൈസ് ടു ബുക്ക് എന്ന് പറയുന്നത് ഇത് FY27 എക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇയർ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏർണിങ്സ് നോക്കുമ്പോൾ പ്രൈസ് ടു ബുക്ക് ശ്രീറാം ഫിനാൻസ് 1.9 ടൈംസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് ആണെങ്കിലോ 2.8 lakh crore ശ്രീറാം ഫിനാൻസിനുണ്ട്. അത് ട്രേഡ് ചെയ്യുന്നത് 1.9 ടൈംസ് പ്രൈസ് ടു ബുക്കിലാണ്. എന്നാൽ ചോള ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് 4.1 ടൈം സെയിൽസ് പ്രൈസ് ടു ബുക്കിലാണ് ട്രേഡ് ചെയ്യണമെന്നുള്ള. അവരുടെ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് 1.99 lakh crore ഉള്ളൂ, അതായത് 2 lakh crore താഴെയുള്ളൂ. എന്നാൽ ശ്രീറാം ഫിനാൻസിന് 2.8 lakh crore ഉണ്ട്. പക്ഷേ ചോളയെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ടു ബുക്ക് ലോവർ ലെവലിലാണ് ട്രേഡ് ചെയ്യണത്. ഈ പ്രൈസ് ടു ബുക്ക് ലോവർ ലെവലിൽ ട്രേഡ് ചെയ്യണു ശ്രീറാം ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഇവരെക്കാളിലും പകുതി AUM ഉള്ള
ഈ M&M ഫിനാൻഷ്യൽ സർവീസ്, അതായത് 1.27 lakh crore AUM ഉള്ള കമ്പനിക്ക് പോലും മാർക്കറ്റ് കൊടുത്തിരിക്കുന്നത് 1.9 times പ്രൈസ് ടു ബുക്കാണ്. അത് വെച്ച് നോക്കുമ്പോൾ ശ്രീറാം കമ്പാരിറ്റീവ്ലി അണ്ടർ വാല്യൂഡ് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുമാത്രമല്ല Q2 FY26 കഴിഞ്ഞ് നോക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ഫണ്ട്സ്, ഇവരെ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് നോക്കുകയാണെങ്കിൽ ശ്രീറാമിന് 8.7% ആണ് കോസ്റ്റ് ഓഫ് ഫണ്ട്സ്, ചോളയ്ക്ക് 8.1% ആണ്, M&M ഫിനാൻഷ്യൽ സർവീസസിന് 7.4% ആണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ശ്രീറാം ഫിനാൻസിന് MUFG ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് കാരണം ഈ US ലൈൻസിൽ നിന്നും ജാപ്പനീസ് ലൈൻസിൽ നിന്നും ലോ കോസ്റ്റ് ഫണ്ട് കിട്ടും എന്നുള്ളത്, അതായത് ഇപ്പോൾ 8.7% ചോളയും M&M വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ്ലി ആയിട്ട് കിടക്കുന്ന കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ഭയങ്കര രീതിയിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ Q1 FY26 റിട്ടേൺ ഓൺ അസറ്റ്സ് നോക്കുമ്പോൾ ശ്രീറാം ഫിനാൻസിന് 2.8% ഉണ്ട് കേട്ടോ, ചോളയ്ക്ക് 2.3%, M&M ഫിനാൻഷ്യൽ സർവീസിന് 1.6% ഉള്ളൂ, സുന്ദരത്തിന് 2.7 ഉള്ളൂ. അപ്പോൾ റിട്ടേൺ ഓൺ അസറ്റ്സ് വളരെ ഹൈ ആയിട്ടുള്ള കമ്പനിയാണ് ശ്രീറാം ഫിനാൻസ് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും കൂടെ ഞാൻ നോക്കുകയാണെങ്കിൽ സുന്ദരം ഫിനാൻസിന് 16%, ചോളയ്ക്ക് 19%, ശ്രീറാമിന് 15% ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് ഈ ഒരു ടൈപ്പ് കാരണം ഈ ശ്രീറാം ഫിനാൻസിന് നല്ല രീതിയിൽ ഒരു റേറ്റിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് 58-60% സ്റ്റോക്ക് പ്രൈസ് 2025 കയറിയ പോലും ഇനിയും ഓപ്പർച്യൂണിറ്റി വലുതാണെന്നുള്ളത്. അപ്പോൾ മോർഗൻ സ്റ്റാൻലി അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഓവർ വെയ്റ്റ് റേറ്റിംഗ് ആണ്, 925 rupees ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. ജെഫ്രീസും ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 1060 എന്നുള്ളതാണ്. മോർഗൻ സ്റ്റാൻലി പറയുന്നത് വെച്ചാൽ EPS അപ്ഗ്രേഡ് ലിമിറ്റഡ് ആയിരിക്കും മോർഗൻ സ്റ്റാൻലി പറയുന്നത് എന്നുള്ള. എന്നാൽ ജെഫ്രീസ് പറയുന്നത് വെച്ചാൽ EPS ഏതാണ്ട് 27-28 എന്ന് പറയുന്നത് 6-7% ഡൗൺ ആവും എന്നുള്ളതാണ് ജെഫ്രീസ് പറയുന്നത്. മോർഗൻ സ്റ്റാൻലി പറയുന്നത് EPS വലിയ രീതിയിൽ ഹൈ വരില്ല എന്നുള്ളതാണ്. ബട്ട് ഇവരെല്ലാവരും പറയണമെന്ന് വെച്ചാൽ ഇവരുടെ ബുക്ക് വാല്യൂ ഭയങ്കരമായിട്ട് ശ്രീറാം ഫിനാൻസിൻ്റെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ സിറ്റിയുടെ റിപ്പോർട്ട് ഞാൻ വായിക്കുമ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് 1110 രൂപയാണെന്നുള്ള. അതായത് ടോട്ടലായിട്ട് ഈ 3 ബ്രോക്കറേജിനെ ഞാൻ നോക്കുമ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ വളരെ, അതായത് ഈ MUFG ഇത് ബൈ ചെയ്യുന്ന പോലെ ശ്രീറാം ഫിനാൻസിന് ഭയങ്കര ഒരു വോട്ട് ഓഫ് കോൺഫിഡൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് പൊട്ടൻഷ്യൽ ക്രെഡിറ്റ് അപ്ഗ്രേഡ് കിട്ടാൻ പോലും ചാൻസ് ഉണ്ട്. അതായത് AAA റേറ്റിംഗിലായിട്ട് ശ്രീറാം ഫിനാൻസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ബുക്ക് വാല്യൂ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവരെ Tier 1 ക്യാപിറ്റൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് 30% വരാൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല FY27 ബുക്ക് വാല്യൂ 1.9 times എന്ന് പറയുന്നത് റീസണബിൾ ആണ്, സ്ട്രക്ചറലാണ്, വാല്യുവേഷൻ ചിലപ്പോൾ ഒരു റേറ്റിംഗിലേക്ക് വന്നേക്കാം എന്നാണ് ഈ ബ്രോക്കറേജ് റിപ്പോർട്ട്സ് വരുന്നതെന്നുള്ള. ഈവൺ ആഫ്റ്റർ ദ സ്റ്റോക്ക് മൂവിങ് അറൌണ്ട് 50-55% ഇൻ 2025 എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ശ്രീറാം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് MUFG ഡീൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് FDI ഇൻ ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ എന്നുള്ളത്. അപ്പം ഇൻസ്പൈറ്റ് ഓഫ് സ്റ്റോക്ക് മൂവിങ് അപ്പ് ചാൻസസ് ഹൈ ആണ് എന്നുള്ളതാണ് ബ്രോക്കറേജസ് പറയുന്നത്. നമ്മുടെ ഹോം ഡെസ്കിൽ നിന്നോ റിസർച്ച് ഡെസ്കിൽ നിന്നുള്ള അല്ല നമ്മൾ പറയുന്നത്, ബ്രോക്കറേജ് എക്സ്പെക്ടേഷനാണ് നമ്മൾ ഈ പറയുന്നത്. ഈ പറഞ്ഞ ഒന്നും റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല. നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ നിരീക്ഷണ ശിക്ഷണത്തിൽ മാത്രം ചെയ്യുക. ഇതൊരു തിയറട്ടിക്കൽ ആൻഡ് അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രം പറഞ്ഞു. ഏതായാലും സുരേഷ് സാർ, നമ്മുടെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. അപ്പോൾ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. അടുത്ത മണിക്കൂറുകളിൽ നമ്മുടെ റിസർച്ച് ടീം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നന്ദി, നമസ്കാരം. Opening hours with MyFin.